بسم الله الرحمن الرحيم. الحمد لله الذي معز من أطاع ومضل من عصى. الصلاة والسلام على رسوله المصطفى وعلى آله وأصحابه المجتبى ومن تبعهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ വലിയ ഒരു അനുഗ്രഹമാണ് ഇടക്കിടക്ക് നമുക്കിങ്ങനെ ഒരുമിച്ചിരിക്കാനും അള്ളാഹുവിൻ്റെ കലാമും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളുമൊക്കെ അല്പസമയം സംസാരിച്ചിരിക്കാൻ, കേട്ടിരിക്കാൻ സാധിക്കുക എന്നുള്ളത് ഒരു വലിയ അനുഗ്രഹമാണ്. അള്ളാഹു ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഉപകാരപ്രദമായ ഫലപ്രദമായ അറിവ് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് നൽകി നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ ആമുഖമായി ഓതി വെച്ച ആയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. സൂറ ഫുസ്സിലത്തിലെ 30-31 ആയത്താണ്. നമ്മളൊക്കെ ഒരുപാട് തവണ കേട്ട, പല ആവർത്തി നമ്മൾ പാരായണം ചെയ്ത അള്ളാഹുവിൻ്റെ വാചകം. മരണസമയത്ത് മലക്കുകൾ സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട് ഒരു സത്യവിശ്വാസിയുടെ അരികിലേക്ക് വരുന്ന വർത്തമാനമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വാചകത്തെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്, നമ്മളെ പഠിപ്പിക്കുന്നത്. ആ ഒരു വാക്ക് കേൾക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇന്ന് ആ വാചകത്തിലെ നഹ്നു ഔലിയാഉക്കും, ഞങ്ങൾ നിങ്ങളുടെ ഔലിയാക്കളാണ്, ഞങ്ങൾ നിങ്ങളുടെ കൂട്ടാളികളാണ്, നിങ്ങളുടെ മിത്രങ്ങളാണ് എന്ന് പറയുന്ന ആ വാക്കിനെ സംബന്ധിച്ചാണ് ഇന്നത്തെ സംസാരം. ഈ ആയത്തിൽ ഒരുപാട് കാര്യങ്ങൾക്ക് തെളിവുണ്ട്. ആ ആയത്ത് മുഴുവൻ വിശദീകരിക്കുകയാണെങ്കിൽ തന്നെ അല്ലേ എത്ര സുന്ദരമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മുഅ്മിനിന്റെ മരണരംഗത്തെ വിശദീകരിക്കുന്നത്. മലക്കുകൾ ഇങ്ങനെ കടന്നു വരുമ്പോൾ അവനെ അഭിസംബോധന ചെയ്യുന്ന ഏറ്റവും നല്ല അനുഭൂതി നിറയുന്ന, ആശ്വാസവും സന്തോഷവും നിറയുന്ന വർത്തമാനങ്ങളുമായി മലക്കുകൾ അള്ളാഹുവിന്റെ ഒരു ദാസന്റെ അരികിലേക്ക് വരുന്ന രംഗമാണ് റബ്ബ് അവിടെ സൂചിപ്പിച്ചത്. നമ്മളവിടെ മരണരംഗത്തെയോ ആ മരണാസന്നമായി കിടക്കുന്ന ഒരു മുഅ്മിനിന്റെ അവസ്ഥയോ അല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത്. ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത് നഹ്നു ഔലിയാഉക്കും, മലക്കുകൾ പറയുന്ന വാക്കാണ്. ഞങ്ങൾ നിങ്ങളുടെ ഔലിയാക്കളാണ്, കൂട്ടുകാരാണ്. പലപ്പോഴും നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ഔലിയാക്കൾ വലിയ എന്നൊക്കെ പറയുമ്പോൾ മനസ്സിൽ ഭയങ്കര വികാരം നിറഞ്ഞ് അല്ലേ. എന്നാൽ യഥാർത്ഥത്തിൽ റബ്ബ് പരിചയപ്പെടുത്തിയ ഔലിയാക്കളെ എന്ത് ചെയ്യുന്നില്ല, ആ ഒരു സമൂഹം മനസ്സിലാക്കുന്നില്ല. നമുക്കറിയാം സുന്നത്തിൽ നിന്ന് അകലുന്നത് ഏറ്റവും കൂടുതൽ ബിദ്അത്തിന്റെ ആളുകളായിരിക്കും. ജീവിതത്തിൽ ബിദ്അത്തുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സുന്നത്തിൽ നിന്ന് പലപ്പോഴും വിദൂരത്തിലായിരിക്കും. അവരുടെ ജീവിതത്തിൽ സുന്നത്തുകൾ കാണാൻ കഴിയൂല. അത് ഇടക്കിടക്കിടക്ക് നമ്മൾ ചില ഉദാഹരണങ്ങൾ പറയാറുണ്ട് അല്ലെ. സുന്നത്ത് നോമ്പുകളെ കൃത്യമായി അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്നു. പക്ഷെ ആ നോമ്പിനേക്കാളും അവർക്ക് പ്രാധാന്യം ഉണ്ടായാലും മറ്റു ചില നോമ്പുകളോടും ആരാധനകളോടുമാണ്. അത് യാഥാർത്ഥ്യമാണ്. അവർ സുന്നന്റെ പണ്ഡിതന്മാർ പറഞ്ഞു വെച്ച കാര്യങ്ങളാണ്. ശിർക്കിലേക്ക് ഏറ്റവും കൂടുതൽ അടുത്ത് നീങ്ങുന്ന ആളുകൾ ഹിദായത്തിൽ നിന്ന് അകലുന്ന ആളുകളാണ്. എന്നാൽ പലപ്പോഴും അവരുടെ പ്രവർത്തനം കാണുമ്പോൾ എത്ര നല്ല മുഖ്ലിസീങ്ങളാണ്. വെറും ഇഖ്ലാസ് മാത്രമാണോ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാനുള്ള നിബന്ധന അല്ല. ഇഖ്ലാസ് മാത്രം പോരാ, അതിന്റെ കൂടെ എന്ത് വേണം? ആ ഇബാദത്ത് സ്വഹീഹാവണം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് തന്ന രീതിയിലാവണം അല്ലെ. ആത്മാർത്ഥത മാത്രം പോരല്ലോ, ആത്മാർത്ഥത നിറയുന്ന പ്രവർത്തനങ്ങൾ കാണാം. ഇവിടെ നമ്മളിന്ന് പരിചയപ്പെടുന്നത് ചില ഔലിയാക്കളെ സംബന്ധിച്ചാണ്.
അല്ലാഹു പറയുന്നു, മരണസമയത്ത് നമ്മൾ അഭിമുഖീകരിക്കുന്ന മലക്കുകൾ മുഅ്മിനീങ്ങളോട് പറയുന്ന വാക്കാണ്, നഹ്നു ഔലിയാഉക്കും, ഞങ്ങൾ നിങ്ങളുടെ ഔലിയാക്കളാണ്. ഔലിയ അത് വലിയ എന്നുള്ള വാക്കിന്റെ അർത്ഥം ബന്ധു എന്നർത്ഥമുണ്ട്, കൂട്ടാളി എന്നർത്ഥമുണ്ട്, രക്ഷാധികാരി എന്നർത്ഥമുണ്ട്. ഓരോ സന്ദർഭത്തിനനുസരിച്ച് കഴിഞ്ഞാൽ അള്ളാഹു വലിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു രക്ഷാധികാരിയാണ്. അള്ളാഹു വലിയുൽ ലദീന ആമനു, മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു ആരാണ്? വലിയാണ്. എന്ത് വലിയാണ്? രക്ഷാധികാരിയാണ്. നമ്മുടെ കാര്യങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്ന പരിപാലിക്കുന്ന രക്ഷാധികാരിയാണ്. യുഖ്രിജുഹും മിനൽ ളുലുമാതി ഇലൻ നൂർ. അല്ലേ, മുഅ്മിനീങ്ങളെ അള്ളാഹുവിന്റെയും അന്ധകാരത്തിൽ നിന്ന് ഏറ്റവും നല്ല വെള്ളി വെളിച്ചത്തിലേക്ക് റബ്ബ് പുറത്തു കൊണ്ടുവരും. റബ്ബ് ഇങ്ങനെ കൊണ്ടുവരുന്നവനാണ്. ആ മുഅ്മിനീങ്ങൾക്ക് റബ്ബ് വലിയാണ്. എന്നാൽ മലക്കുകൾ വലിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മലക്കുകൾ ഔലിയാക്കളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്കുള്ള കൂട്ടാളികളാണെന്നാണ്. നമ്മുടെ സഹായികൾ, നമ്മുടെ സ്നേഹിതർ, നമുക്ക് ഏറ്റവും നല്ല നിലക്ക് സുരക്ഷിതത്തിന് വേണ്ടി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ. ഈ വാക്കതാണ്, നഹ്നു ഔലിയാഉക്കും, ഞങ്ങൾ നിങ്ങളുടെ ഔലിയാക്കളാണ്. എവിടെ? ഫിദ്ദുനിയ വൽ ആഖിറ. അതിന്റെ ആഴം അതൊക്കെ ഇങ്ങനെ വിശദീകരിക്കുമ്പോൾ എത്ര ഞാനും നിങ്ങളും മലക്കുകളെ സംബന്ധിച്ച് പഠിക്കാനുള്ള നമ്മുടെ മനസ്സിൽ ആവേശം ഇങ്ങനെ വരും. ഓരോ മലക്കും നമ്മുടെ വലിയാണെന്ന് പറയുമ്പോൾ, ഓരോ മലക്കും നമ്മുടെ ഔലിയാക്കളാണെന്ന് പറയുമ്പോൾ, എന്താണ് മലക്കുകൾ കൊണ്ട് ഒരു മുഅ്മിന് ലഭിക്കുന്ന ദുനിയാവിലെ നേട്ടങ്ങൾ? എന്താണ് മലക്കുകളെ കൊണ്ട് മുഅ്മിനീങ്ങൾക്ക് ആഖിറത്തിൽ ലഭിക്കുന്ന ഗുണങ്ങൾ? വിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും ധാരാളം കാണാനാകും. ഈ ഒരു ചെറിയ സമയം ഇൻഷാ അല്ലാഹ് അല്പസമയം നമുക്ക് ആ വാചകങ്ങളിലൂടെ കടന്നു പോകാം. റബ്ബ് പറയുന്നു, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണെന്ന് പറഞ്ഞ ആളുകൾ, നമ്മളെ റബ്ബ് അല്ലാഹ് എന്ന് പറഞ്ഞവരാണ്. അല്ലാഹ് നമ്മൾ പ്രഖ്യാപിക്കുന്നവരുമാണ്. റബ്ബുസ് സമാവാതി വൽ അർദ്, ആകാശ ഭൂമികളെ സൃഷ്ടിച്ച പരിപാലിക്കുന്ന അല്ലാഹയാണ് നമ്മുടെ റബ്ബ്. അങ്ങനെ ആ ഒരു പ്രഖ്യാപനം നടത്തിയ ആളുകൾ, നിന്റെ റബ്ബ് അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ഇരുന്നാ മതിയോ? പോരാ. സുമ്മസ്തഖാമു, പിന്നെ ഇസ്തിഖാമത്തിൽ നേരെ ചൊവ്വേ നിലകൊള്ളുകയും ചെയ്യുക. കുറച്ചു കാലം ദീനും കുറച്ചു കാലം തോന്നിയ മാതിരിയല്ല. ആ അല്ലാഹ് പഠിപ്പിച്ച് തന്ന കാര്യങ്ങളെ നേരെ ചൊവ്വേ നിലനിർത്തുക. അല്ലെ, നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുന്നതും അതാണ്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരെ ചൊവ്വായ മാർഗത്തിൽ റബ്ബേ നീ ഞങ്ങളെ നിലനിർത്തി തരണേ. മരിക്കണ സമയത്തിലും റബ്ബേ ഈമാനോട് കൂടി മരിക്കാനുള്ള തൗഫീക്ക് നൽകണേ, ഈമാനോട് കൂടി ജീവിക്കാനുള്ള തൗഫീക്ക് നൽകണേ എന്നാണ്. അങ്ങനെയുള്ള മുഅ്മിനീങ്ങൾ തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ അവരുടെ മേൽ ഇറങ്ങി വരുന്നു. തതനസ്സൽ, മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരുന്നതിനാണ് നസല എന്ന വാക്ക് ഉപയോഗിച്ചത്. കൂട്ടത്തോടെ ഇറങ്ങി വരിക എന്നുള്ളതും ചില മുഫസ്സിറുകൾ അതിന് അർത്ഥം പറഞ്ഞു. തതനസ്സലു അലൈഹിമുൽ മലായിക, ആ ഇറങ്ങി വരവ് എപ്പോഴാണ്? മരണരംഗത്താണ്. അവര് ഏറ്റവും ഭീതി നിറയുന്ന, ദുനിയാവിലെ ഏറ്റവും പ്രയാസം പിടിക്കുന്ന ഒരു രംഗം എന്ന് പറയുന്നത് ഏതാ? അത് മരണമാണ്. ഏറ്റവും വലിയ ഫിത്നയായിട്ടാണ് ചില പണ്ഡിതന്മാരെ രേഖപ്പെടുത്തിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും മരണരംഗത്ത് വിഷമിച്ച രംഗങ്ങളെ ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് വിശദീകരിക്കുന്നുണ്ട്. നബിയുടെ തലയിൽ ഇങ്ങനെ പനിച്ചിങ്ങനെ റസൂലുള്ളാഹി അതിശക്തമായി നിൽക്കുന്ന സമയത്ത് പോലും നബിയുടെ നെറ്റിത്തടങ്ങളിൽ നനഞ്ഞ തുണിയെടുത്ത് റസൂലുള്ളാഹി ഇങ്ങനെ ഒപ്പിക്കൊടുത്തതും, നബിയുടെ ചുണ്ടുകൾ ഒട്ടിപ്പിടിച്ചപ്പോ നനച്ചതും, അല്ലെ, ഈ നനഞ്ഞ തുണികൾ കൊണ്ട് നനച്ചു കൊടുത്തതും, നബിയെ ആശ്വസിപ്പിക്കുന്നതും ഹദീസിൽ കാണാനാകും. റസൂലുള്ളാഹി എന്നിട്ടും പറഞ്ഞു, നിങ്ങളിൽ രണ്ടാൾക്കാർ അനുഭവിക്കുന്ന വേദന ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഇന്നലിൽ മൗതി ലസക്കറാത്ത്, ഈമാനിന്റെ നിറകുടമായ മുഅ്മിനീങ്ങളുടെ നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആ മൗത്ത് എന്ന് പറഞ്ഞ ഒരു ഫസാണ്, ഭീതി നിറഞ്ഞൊരു കാര്യം. അതുകൊണ്ടാണല്ലോ അല്ലാഹു റസൂല് പറഞ്ഞു, ഒരിക്കലും മരണത്തെ നിങ്ങൾ എന്ത് ചെയ്യരുത്, വിളിച്ചു വരുത്തരുത്. റബ്ബേ എന്നെ മരിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പാടില്ല. കാരണം എന്താ? അതൊരു ഭീതിജനകമായ ഒരു ദുരന്തത്തെ വിളിച്ചു വരുത്തലാണ്. അങ്ങനെ വിളിച്ചു വരുത്താൻ പാടുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ഹൈർ ജീവിതമാണ്. മരണാസന്നമായി കിടക്കുന്നവനോട് പോലും അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്താ? ജീവിതമാണ് ഉത്തമമെങ്കിൽ റബ്ബേ എന്നെ ജീവിപ്പിക്കണേ. ഇൻകാനത്തിൽ വഫാത്തു ഖൈറൻ ലി, റബ്ബേ നീ എന്നെ മരിപ്പിക്കണേ, എനിക്ക് മരണമാണ് ഖൈറെങ്കിൽ എന്നാണ്. അങ്ങനെ പ്രാർത്ഥിക്കാനാണ്, അല്ലാതെ മരണം തരണം. കാരണം മരണം എന്ന് പറയുന്നത് ഭയങ്കര ഫസാണ്, വേദന മാത്രമല്ല ഭീതിജനകമാണ്. അതുകൊണ്ടാണല്ലോ ഒരു മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, മയ്യത്തിനെ കൊണ്ടുപോകുമ്പോൾ മയ്യത്ത് വിളിച്ച് അട്ടഹസിക്കുന്നത് ആര് കേൾക്കും? എല്ലാവരും കേൾക്കും, അല്ലെ? എല്ലാ മൃഗങ്ങളും ജീവജാലങ്ങളും അതിനെ കേൾക്കുമെന്നാണ്. എന്നാൽ മനുഷ്യൻ കേൾക്കൂല എന്നാണ്. മനുഷ്യൻ എങ്ങാനും അത് കേട്ടിരുന്നെങ്കിൽ അവൻ ബോധം കെടുമായിരുന്നു. അപ്പൊ അത് പ്രയാസം പിടിച്ചത്. പക്ഷെ ആ ഘട്ടത്തിൽ ഞാൻ പറഞ്ഞത്, ഇതിപ്പോ ആമുഖമായിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്രക്കും വിഷമം പിടിച്ച ഭയാനകരമായ ഏതൊരു മനുഷ്യ മനസ്സിനെയും പ്രയാസത്തിലാഴ്ത്തുന്ന ആ ഒരു നിമിഷങ്ങളിൽ ആശ്വാസത്തിന്റെ വാക്കുകളുമായിട്ടാണ് അള്ളാഹ് അവന്റെ മലക്കുകളെ പറഞ്ഞേക്കുന്നത്.
ആ മലക്കുകൾ ഇങ്ങനെ വരും, അലൈഹിമുസ്സലാം. ഒരു മലക്കിന്റെ പേരട്ടെ നമ്മൾ പറയുന്നത് എന്താ? മലക്കൊക്കെ വേണ്ടി നമ്മൾ ദുആ ചെയ്യാണ്, അള്ളാന്റെ സലാം ഉണ്ടാട്ടെ. എന്താ? ജിബ്രീൽ അലൈഹിസ്സലാം, അല്ലെ? മീകായിൽ അലൈഹിസ്സലാം, അവരുടെ മേൽ അള്ളാന്റെ സമാധാനം ഉണ്ടാവട്ടെ എന്ന് പറയുമ്പോ അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രം പടക്കപ്പെട്ടവരാ. ജീവിതത്തിൽ ഒരിക്കലും ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ, ഒരിക്കലും അള്ളാന്റെ കൽപ്പനകളെ ധിക്കരിക്കുന്നവരല്ല. കൽപ്പനകളെ മുഴുവൻ ജീവിതത്തിൽ പാലിക്കുന്നവരാ മലക്കുകള്. അവർക്ക് മഅസിയത്തില്ലാന്ന്. പക്ഷെ എന്നിട്ടും അവരെന്ത് ചെയ്യുന്നു? റബ്ബിനെ ഭയപ്പെടുന്നു. അവരുടെ ഭയത്തെ സംബന്ധിച്ചൊക്കെ വിശദീകരിക്കപ്പെടുന്നുണ്ട്. ഏതായാലും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മരണസമയത്ത് ആശ്വാസത്തിന്റെ വാക്കുകളുമായി മലക്കുകൾ അവതരിക്കുന്നു. അവർ പറയുന്ന വാക്ക് ഇങ്ങനെയാണ്, അല്ലാ തഖാഫൂ വലാ തഹ്സനൂ. പേടിച്ചിങ്ങനെ നിൽക്കുക. നമ്മള് ഇപ്പൊ പറയും പേടിക്കണ്ട, അല്ലെ? നമ്മുടെ ദുനിയാവിൽ ഒരു ക്രൈസിസ് ഉണ്ടായാൽ, എന്തെങ്കിലും ഒരു സാമ്പത്തിക മാന്ദ്യോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടായാൽ നമ്മളെ സുഹൃത്ത് വന്ന് പറയും പേടിക്കണ്ടടാ, ഞാൻ എന്റെ ഒപ്പം ഉണ്ടെന്ന് പറയുമ്പോൾ എന്ത് സമാധാനാണ്, അല്ലെ? നമ്മുടെ കൂടെ ഒരാളുണ്ടെങ്കിൽ, നമ്മുടെ കൂടെ എല്ലാത്തിനും സഹായിക്കാനും നമ്മളെ ആശ്വസിപ്പിക്കാനും ഒരാളുണ്ടെങ്കിൽ, ഇവിടെ നമ്മുടെ ജീവിതത്തിൽ കാണാത്ത മലക്കുകൾ അവസാന നിമിഷങ്ങളിൽ ദുനിയാവിൽ ഒരാള് ബർസഖിലേക്ക് കാലെടുത്ത് വെക്കുന്ന നിമിഷം മുതൽ അവൻ ബർസഖിന്റെ ലോകം തുറക്കുന്ന മുതൽ ദുനിയാവിൽ കാണാത്ത പല കാഴ്ചകളും അവൻ കാണുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മരണത്തിന്റെ അവസാന തൊട്ടു നിമിഷം മുമ്പ് അവന്റെ കണ്ണെത്തും ദൂരത്ത് മലക്കുകൾ വന്നിരിക്കുന്നത് അവൻക്ക് കാണാനാകുമെന്നാണ്. ആ നിമിഷങ്ങളിൽ മലക്കുകൾ അവനെ ആശ്വസിപ്പിക്കുക, അല്ലാ തഖാഫു, നിങ്ങൾ ഭയപ്പെടണ്ട, വലാ തഹ്സനു, ദുഃഖിക്കണ്ട, ദുഃഖവും വേണ്ട, ക്ലേശവും വേണ്ട, ഭയവും വേണ്ട, വഅബ്ശിറൂ ബിൽ ജന്ന, സ്വർഗ്ഗത്തെ കൊണ്ട് നിങ്ങൾ സന്തോഷം അടഞ്ഞു കൊള്ളുവിൻ. അവര് ബുശ്റയാണ്, സന്തോഷ വാർത്തയും കൊണ്ടാ വരുന്നത്. നിങ്ങൾക്ക് സ്വർഗ്ഗാണ്, നിങ്ങൾക്ക് സ്വർഗം. കാരണം അള്ളാഹ് രേഖപ്പെടുത്തിയ സ്വർഗത്തെ സംബന്ധിച്ച് അവരെന്നെ പറഞ്ഞു കൊടുക്കാൻ, അത് കേട്ടാ മതി. എന്ത് വേദനയും എന്ത് തോന്നുന്ന എന്ത് പ്രയാസവും ആ നിമിഷങ്ങളിൽ നിന്നൊരു മുഅ്മിനിന് മാഞ്ഞു പോകുമെന്നാണ്. മുഅ്മിനിന് അള്ളാഹു നൽകുന്ന ആശ്വാസവും കുളിർമയും അതിവിശാലമാണ്. അള്ളാഹ് അത് അനുഭവിക്കാനുള്ള ഭാഗ്യം ഇഹത്തിലും പരത്തിലും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക, അല്ലെ? ഇങ്ങനെ ഓതി പോകുമ്പോഴൊക്കെ റസൂൽ എത്ര തവണ ചോദിക്കാറുണ്ട്, സ്വർഗത്തെ റസൂലുള്ള അള്ളാഹിനോട് ചോദിക്കാറുണ്ട്. നമ്മുടെ പ്രാർത്ഥനകളിൽ നിരന്തരം അള്ളാഹുവിനോട് റബ്ബ് പറയാൻ, എങ്ങനത്തെ സ്വർഗം? അല്ലത്തി കുന്തും തുഅദൂൻ, നിങ്ങൾക്ക് റബ്ബ് വഅദ് പറഞ്ഞു, വാക്ക് പറഞ്ഞു, മുഅ്മിനീങ്ങൾക്ക് റബ്ബ് കൊടുത്തു. ഉഇദ്ദത്തിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് അല്ലാഹു ഒരുക്കി വെച്ച, തയ്യാറാക്കി വെച്ച സ്വർഗ്ഗം എന്നാണ്. ആ സ്വർഗ്ഗത്തെ കൊണ്ട് നിങ്ങൾ സന്തോഷം അടയൂ. എന്നിട്ട് അവർ പറയുന്ന വാക്കാണ് നഹ്നു ഔലിയാഉക്കും, ഞങ്ങൾ നിങ്ങളുടെ ഔലിയാക്കളാണ്. ഞങ്ങൾ നിങ്ങളുടെ എന്താ ഔലിയാക്കളുടെ അർത്ഥം ഇവിടെ നമ്മൾ പറഞ്ഞത് നിങ്ങളുടെ സുഹൃത്തുക്കളാണ്, കൂട്ടാളികളാണ്. മലക്കുകൾ കൂട്ടാളികളായാല് ഏറ്റവും നല്ല ഭാഗ്യം. കാരണം ആ മലക്കുകൾ നമ്മളെ സഹായിക്കാനുണ്ട്, സന്തോഷിപ്പിക്കാനുണ്ട്, നമുക്ക് വേണ്ടി ദുആ ചെയ്യാനുണ്ട്, നമുക്ക് വേണ്ടി എല്ലാ നിലക്കും അള്ളാഹുവിന്റെ അരികിൽ ശുപാർശയ്ക്ക് വേണ്ടി അവരുണ്ട് എന്നാണ് മലക്കുകള്. പക്ഷെ മുനാഫിക്കുകളെ സംബന്ധിച്ച് അള്ളാഹ് പറഞ്ഞത് എന്താണ്? മുനാഫിക്കുകൾക്ക് ആരാ കൂട്ടാളി? രക്ഷാധികാരി ശൈത്താനാണ്, പിശാചുക്കളാണ്. ചില ആയത്തിന്റെ രസം എങ്ങനെയാണ്? അള്ളാഹുവിനെ ഓർക്കുന്ന മുഅ്മിനീങ്ങൾക്കും അള്ളാഹുവിനെ സ്മരിക്കുന്ന ആളുകൾക്കും അള്ളാഹു എന്ത് ചെയ്യും? അള്ളാഹു ഏറ്റവും നല്ല രക്ഷാധികാരികൾ, ഏറ്റവും നല്ല കൂട്ടാളികൾ അള്ളാഹു നിശ്ചയിച്ചു കൊടുക്കും. എന്നാൽ അള്ളാഹുവിൽ നിന്ന് പുറംതിരിഞ്ഞ് ജീവിക്കുന്ന ആളുകൾ, അള്ളാഹിന്റെ ദിക്റിൽ നിന്ന്, റഹ്മാൻ, പരമകാരുണികന്റെ ദിക്റിൽ നിന്ന് ആര് പുറംതിരിഞ്ഞ് ജീവിക്കുന്നുവോ നുഖയ്യിദ് ലഹു ശൈത്താന, റബ്ബ് പറയുന്നു, നാം അവർക്ക് ഒരു ശൈത്താനിനെ ഏർപ്പെടുത്തി കൊടുക്കും, ഒരു പിശാചിനെ ഏർപ്പാടാക്കി കൊടുക്കും. അവൻ ആരായിരിക്കും? അത് അവൻക്ക് ഖരീനായിരിക്കും എന്നാണ്, അത് അവന്റെ കൂട്ടാളിയായിരിക്കും എന്നാണ്. റബ്ബ് പറഞ്ഞല്ലോ മുനാഫിക്കുകളെ സംബന്ധിച്ചു, ലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല. കപട വിശ്വാസികൾ, മുഅ്മിൻ അല്ലാത്ത ആളെന്ന് പറയുമ്പോൾ ആദ്യം കപട വിശ്വാസിയും കാഫിറുകളൊക്കെ, അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹിനെ കുറച്ചല്ലാതെ അവർ ഓർക്കുകയില്ല. അപ്പൊ അള്ളാഹിനെ ഓർക്കാത്തവൻ ആരാണ്? മുനാഫിക്കാണ്. അള്ളാഹിനെ ഓർമ്മയില്ലാത്തവൻ, അള്ളാഹിനെ കുറിച്ച് ചിന്തയില്ലാത്തവൻ, അള്ളാഹിന്റെ കലാമിനെ കുറിച്ച് കേൾക്കാനും പഠിക്കാനും അതിലെ അള്ളാഹുവിന്റെ കൽപ്പനകളെയും അള്ളാഹുവിന്റെ വാക്കുകളെയും വിലമതിക്കാത്തവൻ, അതിനെ ഗൗനിക്കാത്തവൻ, അവനെ പിശാചാണ് പിന്നെന്ത് ചെയ്യാൻ നയിക്കാന്നാണ്. പിശാച് അവനെ നയിച്ചുകൊണ്ടേയിരിക്കും. എത്രത്തോളം? ഏതുവരെ? അവനെ നരകത്തിലേക്ക് എത്തിക്കുന്നത് വരെ പിശാച് പണിയെടുക്കുമെന്നാണ്. പക്ഷെ മുഅ്മിനീങ്ങൾക്ക് ആശ്വാസമാണ്. കാരണം മുഅ്മിനീങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ച് കലാമും അള്ളാഹിന്റെ കലാമും അള്ളാഹ് റസൂലുള്ളാഹിന്റെ ജീവിത ചരിത്രമൊക്കെ ജീവിതവും ചരിത്രവും ചര്യയും ഒക്കെ പഠിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ അറിയുന്ന അറിവനുസരിച്ച് അവന്റെ ഈമാനിനെ അവൻ പുതുക്കിക്കൊണ്ടിരിക്കും, അവൻ മുഅ്മിനാകും. ആ ഈമാനിനെ അവൻ ഇസ്തിഖാമത്തിലെ അതിലവൻ നിലനിൽക്കാനുള്ള ശ്രമങ്ങൾ അവൻ നടത്തും. അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു ആരെ ഏർപ്പാടാക്കി കൊടുക്കും?
മലക്കുകളെ ഔലിയാക്കളാക്കി വെക്കുന്ന നഹ്നു ഔലിയാഉകും, ഞങ്ങൾ നിങ്ങൾക്ക് ഔലിയാക്കളാണ് ഫിൽ ഹയാത്തി ദുനിയ, ദുനിയാവിലെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴെങ്കിലും അത് അനുഭവിച്ചിട്ടുണ്ടോ? നമുക്കൊരിക്കലും അവരെ കാണാൻ കഴിയോ, തൊടാൻ കഴിയോ? ഇല്ല. പക്ഷെ അവർക്ക് നമ്മളെ കാണാൻ കഴിയുന്നല്ലേ. ഇപ്പൊ ജിന്നുകളെ സംബന്ധിച്ചും മലക്കളെ സംബന്ധിച്ചും റബ്ബ് പറഞ്ഞ എങ്ങനെ? അവർക്ക് നമ്മളെ കാണാം. മിൻ ഹൈസു ലാ തറൗനഹും, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അവരെ കാണാൻ കഴിയൂല. അത് അള്ളാന്റെ ചില മലക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഏത് ലോകത്തെ? ഭൂമിയിലാണ്. അല്ല, ജിന്നുകള് ഭൂമിയിലാണ്. ജിന്നുകളെ സംബന്ധിച്ച് പറഞ്ഞപ്പോ അവരുടെ സംസാരം മുഴുവൻ, അള്ളാന്റെ സംസാരം മുഴുവൻ സൂചിപ്പിച്ചത് ഭൂമിയിലാണ്. പക്ഷെ മനുഷ്യന്മാർക്ക് കാണാൻ കഴിയും? ഇല്ല. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അദൃശ്യമാണ്, അഭൗതികമാണ് ആ ജീവജാലങ്ങൾ. എന്നാൽ മലക്കുകളോ ഭൂമിയിലല്ല, അവരോടെ വാനലോകത്തുള്ളവർ. അതുകൊണ്ടാണ് മേൽന്ന് ഇറങ്ങി വരുന്നതാണ് മലക്കുകൾ മുകളിൽ നിന്ന് താഴേക്ക് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന റബ്ബ് ഇങ്ങനെ പോലെ ഇറക്കിക്കൊണ്ടുവരും. ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയി. അവിടെ ദുനിയാവിൽ ഔലിയാക്കളായിട്ട്, ദുനിയാവിൽ ഔലിയാക്കൾ എന്നുള്ളതിന് ചില മുഫസ്സിറുകൾ അർത്ഥം പറഞ്ഞു. എന്താ ഔലിയ? ഹഫൽതുക്കും, ഞങ്ങൾ നിങ്ങളെ സംരക്ഷിക്കും. നിങ്ങൾക്ക് ഹിഫ്ദ്, സുരക്ഷിതത്വം നൽകും. മലക്കൾ സുരക്ഷിതത്വം നൽകുന്ന പറഞ്ഞാല് അല്ലെ, മറ്റു മ്ലേച്ഛതകളൊന്നും ഇല്ലാതെ നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് അവർ ദുആ ചെയ്തുകൊണ്ടിരിക്കും. നഹ്നു അഹ്ബാബുക്കും, ഞങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും, പ്രിയപ്പെട്ടുകൊണ്ടിരിക്കും. റസൂലുള്ളാഹി പറഞ്ഞ വാക്ക് എങ്ങനെ? മലക്ക് അല്ലെ, ഒരു മലക്ക് ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ എന്താണ്? ലോകത്തുള്ള എല്ലാ മലക്കുകളും അയാളെ സ്നേഹിക്കുന്ന ഒരു ഹദീസ് അവിടെ വരുന്നുണ്ട്. നമുക്ക് വിശദീകരിക്കാം. അതിന് വിശദീകരണം നഹ്നു അൻസാറുക്കും. ചില മുഫസ്സിറുകൾ പറഞ്ഞു നഹ്നു ഔലിയാഉക്കും ബിമഅന നഹ്നു അൻസാറുക്കും, ഞങ്ങൾ നിങ്ങൾക്കുള്ള സഹായികളാണെന്ന് ദുനിയാവില്. പക്ഷെ അങ്ങനെ സഹായം ചോദിക്കാൻ പറ്റുമോ? സഹായിക്കണമെന്ന് ഇല്ല, റസൂൽ പഠിപ്പിച്ചു തന്നിട്ടില്ല. പക്ഷെ ഇവിടെ എന്തായി? ഔലിയ എന്നുള്ളതിന്റെ വിശദീകരണങ്ങൾ റസൂൽ പഠിപ്പിച്ചെന്നോട്ട് നിന്നാ മതി, അല്ലെ, അള്ള പറഞ്ഞോട്ട് നിന്നാ മതി. അതിനപ്പുറത്തേക്കുള്ള ഗവേഷണം നടക്കുമ്പോഴാണ് മനുഷ്യൻ വ്യതിചലിക്കുന്നതും ചിന്തകൾ മാറുന്നതും. ഇവിടെ മലക്കളെ സംബന്ധിച്ചിടത്തോളം റബ്ബ് പറയാൻ അവര് മനുഷ്യർക്ക് കൂട്ടാളികളാണ്, അൻസാറുകളാണ്. നഹ്നു അഅ്വാനുക്കും, നിങ്ങൾക്ക് സഹായികളാണ്. ഹകദാ കുന്നാ ഫിദ് ദുനിയാ, ദുനിയാവിൽ ഞങ്ങൾ അപ്രകാരമായിരുന്നു. ദുനിയാവിൽ നിങ്ങൾക്ക് സഹായം നൽകി, ദുനിയാവിൽ നിങ്ങൾക്ക് എന്താണ് സ്നേഹം നൽകി. അതെങ്ങനെയാണ്? അതെങ്ങനെ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹദീസിൽ വന്നിട്ടുണ്ട്. അവിടെ നിന്നാ മതി. ഹദീസിൽ വന്ന അവരുടെ സ്നേഹം എന്ത്? ആദ്യം നമ്മൾ പറഞ്ഞു മലക്കുകൾ നിറഞ്ഞാൽ വാനലോകത്താണ്. അല്ലാഹ് അവരെ പഠിച്ചത് എന്തിൽ നിന്നാണ്? മനുഷ്യന്മാരെ പോലെയാണോ മലക്കുകൾ? അല്ലാഹ് പഠിച്ചതല്ല, മിൻ നൂർ എന്നല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഖുലിഖത്തിൽ മലായികതു മിൻ നൂരിൻ. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ അങ്ങനെ ഉണ്ട്, മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടത് പ്രകാശത്തിൽ നിന്നാണ്. അതായത് അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്ന, അള്ളാഹുവിനെ ധിക്കരിക്കാത്ത ഒരു സമൂഹത്തെ റബ്ബ് സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് മലക്കുകൾ മാത്രമാണ്. അഥവാ നിലയ്ക്കാത്ത തസ്ബീഹുകൾ അവരിൽ നിന്ന് ഇങ്ങനെ മുറിയാതെ, അല്ലെ, സുബ്ഹാനല്ലാഹ്, അള്ളാഹിനെ പറ്റിയുള്ള പരിശുദ്ധ കീർത്തനങ്ങൾ, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വാഴ്ത്തലുകൾ മുറിഞ്ഞു പോണില്ല എന്ന്. വാനലോകത്ത് അത് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, സ്തംഭിച്ചിട്ടില്ല. മനുഷ്യർക്ക് അത് കേൾക്കാം. പക്ഷെ കേട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്ത് ചെയ്തു? അത് നമ്മളെ പഠിപ്പിച്ചു തരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് അല്ല, വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തിൽ അത് നമുക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ മുഴുവൻ വലിയ, അല്ലെ, അവരുടെ രൂപങ്ങളെ തന്നെ വിശദീകരിച്ച് കാണാം. മഹാരൂപങ്ങളിലാണ് മലക്കുകൾ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. പ്രകാശമാണെന്നാണ്. പക്ഷെ അതിന്റെ രൂപവും ഭാവവും മനുഷ്യന്മാര് കണ്ടിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കണ്ട രംഗങ്ങളെ പറഞ്ഞു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു അൽഹംദുലില്ലാഹി ഫാത്തിരിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ പടച്ച അല്ലാഹുവിന് സർവസ്തുതി. ജാഇലിൽ മലായികത റുസുലാ, ജാഇലി അൽ മലായികത റുസുലാ, മലക്കുകളെ അവൻ ദൂതന്മാരാക്കി. അല്ലാഹു എന്ത് ചെയ്തു? മലക്കുകളെ ദൂതന്മാരാക്കി, ചില വിവരങ്ങൾ അറിയിച്ചു തരുന്ന, അല്ലേ, റസൂലുമാരാക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അടുത്ത് മക്കയിൽ ഇരിക്കുന്ന സമയത്ത് ഒരു ഗ്രാമീണനായ ഒരു സഹാബി വന്നു. ഗ്രാമീണൻ എന്ന് പറഞ്ഞാൽ ബാദിയകളിൽ താമസിക്കുന്ന. വന്ന രംഗം ഭയങ്കര രസമാണ്. ചില സഹാബികൾ ഇങ്ങനെ പറയുന്നത്, ഞങ്ങൾക്ക് നബിനോട് ചില കാര്യം ചോദിക്കാൻ മടി ഉണ്ടാവും. എന്തെങ്കിലും സംശയം ചോദിക്കുമ്പോൾ റസൂലിനെ ഇഷ്ടപ്പെടൂലേ, ഞങ്ങൾ പറഞ്ഞത് തെറ്റിപ്പോകുമോ എന്നുള്ള നിലക്ക് റസൂല കുപിതനാകുമോ എന്ന കാര്യത്താൽ ഞങ്ങൾ ചോദിക്കാറുണ്ടായിരുന്നില്ല. പക്ഷെ വേറൊരാൾ വന്ന് റസൂലുള്ളാഹിനോട് ഒരു കാര്യം ഇങ്ങനെ ചോദിക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഗ്രാമീണനായ ഒരു സാധാ ഒരാൾ വന്നിട്ട്, സഹാബി വന്നിട്ട് റസൂലുള്ളാഹിനോട് ചോദിച്ചു, അന്ത മുഹമ്മദ് ആണോ? റസൂലുള്ളാഹിനെ അറിയില്ല. അവർ ചോദിക്കാൻ മുഹമ്മദാണോ? അവർ റസൂലുള്ളാഹി നഅം മുഹമ്മദാൻ, അല്ലേ, മുഹമ്മദാണെന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു മൻ ഖലഖസ് സമാ, ആകാശത്തെ പഠിച്ചവൻ ആരാൻ? അല്ലാഹു എന്ന് പറഞ്ഞു. പിന്നെ ഈ കാണുന്ന മലകളെ പഠിച്ചവൻ ആരാൻ? അല്ലാഹു എന്ന് പറഞ്ഞു. ഒട്ടകങ്ങളെ പഠിച്ചവൻ ആരാൻ? അല്ലാഹു എന്ന് പറഞ്ഞു.
ഓക്കെ, അപ്പൊ അല്ല ആരാണ്? അല്ല ഇലാഹാണ്. അല്ല അല്ലാതെ വേറെ ഇലാഹില്ല, ഏകനായ അല്ല മാത്രം. ആയിക്കോട്ടെ, അത് അംഗീകരിച്ച പിന്നെന്താ? 5 നേരത്തെ നമസ്കാരം ഉണ്ട് എന്നാണ് റസൂലുള്ളാഹി ഷഹാദത്ത് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കും. ഷഹാദത്തും ഇസ്ലാം കാര്യം പഠിക്കും. 5 നേരത്തെ നമസ്കാരം. അത് കഴിഞ്ഞാൽ പിന്നെന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് കഴിഞ്ഞാൽ പിന്നെ നീ എന്ത് ചെയ്യണം? സക്കാത്ത് കൊടുക്കണം എന്നാണ്. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെന്താ? കഴിഞ്ഞാൽ നോമ്പുണ്ട്. പിന്നെ അത് കഴിഞ്ഞാലോ ഹജ്ജ് ഉണ്ട്. ഓക്കെ, ഇതിനപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലും ഉണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല അൻ തതവ്വ, ഐച്ഛികമായതല്ലാതെ പിന്നെ വേറെ നിർബന്ധമായതൊന്നുമില്ല, ഇതാണ് അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞു. ആ ചോദ്യത്തിനിടയിൽ ആ വന്ന സ്വഹാബി, ഗ്രാമീണനായ സ്വഹാബി റസൂലുള്ളാഹിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ അടുത്തേക്ക് വരുന്നൊരു ദൂതനില്ലേ, അതെന്താ പറയുന്നത്? അഥവാ ജിബ്രീലിനെ പറ്റിയാ പറയുന്നത്. റസൂൽ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്. റസൂൽ, നിന്റെ അരികിലേക്ക് വരാനുള്ള റസൂൽ എന്താ പറയുന്നത് എന്നാണ്. അപ്പൊ ആകാശഭൂമികളെ പടച്ചതും പർവ്വതങ്ങളെ പടച്ചതും ഒട്ടകങ്ങളെ പടച്ചതും അതിനെ നിയന്ത്രിക്കുന്നതും ഒക്കെ അള്ളയാണ് എന്നുണ്ട് ഇസ്ലാമിന് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. അവിടെ അവര് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ഈ റസൂല് ആരാണ്? മലക്ക് ജിബ്രീലാണ്. ജിബ്രീൽ ദൂതനാണല്ലോ, വഹിയുമായി അവതരിക്കുന്നതാണ്. അപ്പൊ റസൂൽ എന്ന വാക്ക് അള്ളി പ്രയോഗിച്ചിട്ടുണ്ട് വിശുദ്ധ റുസുല. നേരത്തെ ആ സ്വഹാബി ആ ഹദീസിന്റെ ബാക്കി കൂടി പറയാം, ഏതായാലും വിഷയവുമായി ബന്ധപ്പെട്ട റസൂൽ എന്നുള്ള വാക്കാണ്. പക്ഷെ ലാസ്റ്റ് ആ സ്വഹാബി പറയായിക്കോട്ടെ, ഞാൻ ഇത് മാത്രമേ ചെയ്യുള്ളൂ എന്നാണ്. ഏത്? ഈ നിർബന്ധമുള്ള കാര്യം മാത്രമേ ചെയ്യുള്ളൂ, വേറെ ഒന്നും ചെയ്യൂലട്ടോ എന്നിട്ട് അയാൾ എന്ത് ചെയ്യും? ഇറങ്ങിപ്പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറയും, ഇൻ സദഖ, ഈ പറഞ്ഞതൊക്കെ അയാൾ സത്യപ്പെടുത്തുന്നുവെങ്കിൽ ലയദ്ഖുലന്നൽ ജന്ന, അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. സ്വർഗത്തിലാകും മദീനാണ്. ഇസ്ലാം കാര്യം മാത്രം ചെയ്താൽ മതി, ജീവിതത്തിൽ കൃത്യമായി നിലനിർത്തിയാൽ. ഐച്ഛികങ്ങളൊന്നും, അതായത് ഐച്ഛിക പാണ്ടാന്നല്ല, ഈ ഇസ്ലാം കാര്യത്തെ മുറുകെ പിടിക്കുന്നതിന്റെ പ്രാധാന്യമാണ് അതാണ് റസൂൽ അവിടെ പഠിപ്പിച്ചു കൊടുത്തത്. ഇവിടെ റസൂൽ എന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിൽ ആ ഒരു ഗ്രാമീണനായ സ്വഹാബി പറഞ്ഞതും ആരെ സംബന്ധിച്ചാൽ? ജിബ്രീലിനെ സംബന്ധിച്ച്. അറബ് പറയുന്നു, ജാഇലിൽ മലായികതി റുസുലാ, മലക്കുകളെ നാം റസൂലുമാരാക്കി, ദൂതന്മാരാക്കി. എങ്ങനത്തെ റസൂലുമാർ? ഉലി അജ്നിഹത്തിൻ മസ്ന വസുലാസ വറുബ, 2, 3, 4 ചിറകുകളുള്ള മഹാ റബ്ബിന്റെ സൃഷ്ടികൾ എന്നാണ് എന്ത് ചെയ്തത്? മലക്കുകളെ സംബന്ധിച്ച്. റസൂലുള്ളാഹി ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചിറകുകളുടെ എണ്ണം പറഞ്ഞു. നമ്മളിത് എന്തിനാ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ ഔലിയാക്കള് ചില്ലറക്കാരല്ല എന്നറിയാനാണ്. നമ്മളെ ഔലിയാക്കൾ എന്തല്ല ചിലക്കാര. ഇത്രക്കും മഹാസൃഷ്ടികളെ അള്ളാഹു ആനലോകത്ത് മുഅ്മിനീങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു? റബ്ബ് സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈമാനിനെ പുതുക്കാൻ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നമുക്ക് വേണ്ടി നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി അത്രക്കും ആലോചനയും ശ്രദ്ധകളുമുള്ള കൂട്ടാളികളെ സംബന്ധിച്ച് റബ്ബിന്റെ സംസാരമാണ്. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, ലഹു 600 ജനാഹിൻ. ജിബ്രീലിനെ യഥാർത്ഥ രൂപത്തിൽ റസൂലുള്ളാഹി കണ്ടപ്പോ ജിബ്രീൽ അലൈഹിസ്സലാമിന് 60 ചിറകുകൾ ഉണ്ടായിരുന്നു എന്നാണ്. വേറെ ഹദീസിൽ കാണാം, ഒരു ചിറകന്നെ വിടർത്തിയാൽ എന്തായി? ഭൂമി മുഴുവൻ പൊതിയുമാറ്, അത് മൂടുമാറ് വിശാലമാണ് എന്ന് പറയപ്പെടുന്നു. റവാഹുൽ ബുഖാരി വ മുസ്ലിം. മറ്റൊരു സ്ഥലത്ത് റസൂലുള്ളാഹി പറഞ്ഞു, റആഹു യന്തസിറു മിൻ ദീശിഹി അത്തഹാബീൽ ഐ അദ്ദുറു വൽ യാഖൂത്. ഈ ചിറക് ഇങ്ങനെ വിടർത്തുന്ന സമയത്ത് ജിബ്രീലിന്റെ ചിറകുകളിൽ നിന്ന് പവിഴവും മുത്തും ഇങ്ങനെ തിളങ്ങാറുണ്ടായിരുന്നു എന്ന് റസൂലുള്ളാഹി കണ്ടെന്നാണ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. അല്ലേ? റസൂലുള്ളാഹി പറയാൻ, ഉദിനലി അൻ ഉഹദ്ദിസ അൻ മലകിൻ മിൻ മലായികത്തില്ലാ മിൻ ഹമലത്തിൽ അർശ്. അർശിനെ വഹിക്കുന്ന മലക്കുകളിലെ ഒരു മലക്കിനെ സംബന്ധിച്ച് പറയാൻ റബ്ബ് എനിക്ക് അനുവാദം തന്നു. അതിനെപ്പറ്റി സംസാരിക്കാൻ അള്ളാഹു എനിക്ക് അനുവാദം തന്നു. എന്നിട്ട് ആ മലക്കിന്റെ രൂപം പറയാം. എന്തിന്റെ മലക്ക്? എങ്ങനത്തെ മലക്ക്? അർശ് വഹിക്കുന്നത്. അർശ് എന്ന് പറഞ്ഞാൽ റബ്ബ് പടച്ച സൃഷ്ടിജാലങ്ങളിലെ ഏറ്റവും കനമേറിയ ഒന്നുണ്ടെങ്കിൽ അത് അർശാൻ. ആ അർശിനും വഹിക്കുന്ന മലക്കിന്റെ രൂപം പറയാൻ അള്ളാഹ് എനിക്ക് എന്ത് ചെയ്തു? അനുവാദം തന്നു. റസൂലുള്ളാഹി പറയാൻ, ഇന്നമാ ബൈന ശഹ്മതി ഉദ്നിഹി ഇലാ ആതികിഹി മസീറതു 700 ആം. അതിന്റെ ഒരു ഷഹ്മത്ത് ഉദ് എന്ന് പറഞ്ഞാൽ ഈ ഭാഗല്ലേ, അവിടെ ചെവിന്റെ അറ്റം, ഈ ചെവിന്റെ അറ്റം മുതൽ ഈ ആതിക്ക് വരെ, മുതുക് വരെ എത്ര വർഷത്തിന്റെ വിദൂരത? ദുനിയാവിലെ 700 വർഷത്തിന്റെ വിദൂരത ഉണ്ട്. അത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് യാത്ര ചെയ്യാൻ തുടങ്ങിയാല് എത്ര വന്നിട്ടുണ്ടെങ്കിൽ എത്ര കൊല്ലം പിടിക്കും? 700. അത്രക്കും വിദൂരത ഈ ചെവിയുടെയും ആറ്റിക്കിന്റെയും ഇടയിൽ ഒരു മലക്കിന് ഉണ്ട് എന്നാണ്. അപ്പൊ അതിനൊരു കാര്യം കൂടി മനസ്സിലായി, മലക്കിന് എന്തുണ്ട്? ചെവി ഉണ്ട്. അള്ളാഹു ആരെ ഏത് രൂപത്തിലാന്ന് നമുക്കറിയില്ല. ഷഹ്മത്ത് ഉദിന്നാണ്. മാത്രമല്ല ആറ്റിക്കുണ്ടെന്ന് പറഞ്ഞു, മുതുകുണ്ട്. പക്ഷെ മനുഷ്യന്മാരെ പോലെ ആവണമെന്നില്ല, അതിന് അതിൻ്റെതായ രൂപവും ഭാവം നൽകിയിട്ടുണ്ട്. റസൂലുള്ളാഹി അതിന്റെ വലിപ്പം പറയാനാണ്.
അത്രക്കും വലുതാണ്, അത്രക്കും മഹാസൃഷ്ടിജാലങ്ങളാണ് റബ്ബിന്റെ മലക്കുകൾ. എന്നിട്ടും ആ മലക്കുകൾ റബ്ബിനെ എങ്ങനെ പേടിക്കണമെന്ന് അറിയാം. എന്നിട്ടും ആ മലക്കുകൾക്ക് റബ്ബിന് എത്രക്കുണ്ടായിട്ട് മലക്കുകൾ റബ്ബിന് പേടി. മനുഷ്യന്മാർക്ക് ഒരു 2 ഉറുപ്പ്യ കൂടുമ്പോത്തിന് എന്ത് ചെയ്യും? അഹങ്കാരം കൂടും, റബ്ബിലുള്ള ഭയം പോവും അല്ലെ. അധികാരം വരുമ്പോഴേക്കും 2 പാർട്ടിയിൽ 10 അണികൾ കൂടുമ്പോഴേക്കും മനുഷ്യൻ റബ്ബിനെ മറക്കും. പക്ഷെ എത്രക്കും വിശാലമായ ആകാര ഭംഗിയും ആകാരവും റബ്ബ് അവർക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ജിബ്രീലിന്റെ ഭയത്തെ സംബന്ധിച്ച് വിശദീകരിച്ചത് അങ്ങനെയാണ്. മറത്തു ലൈലത ഉസ്രിയ ബിൽ മലഇൽ അഅല. മലഉൽ അഅല എന്ന് പറഞ്ഞ മലക്കുകളാണ്. ഉന്നതങ്ങളിലെ ഒരു സമൂഹത്തിന്റെ അരികിലൂടെ ഞാൻ ഒരു രാപ്രയാണം നടത്തിയ ദിവസം കടന്നുപോയി. ഇസ്രാ മിഅ്റാജ് യാത്രയിൽ ഞാൻ കടന്നുപോയി എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. വജിബ്രീൽ കൽ ഹിൽസിൽ ബാലി, നുരുമ്പിയ ഒരു തുണി പോലെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നതായിട്ട് ഞാൻ ആരെ കണ്ടു? ജിബ്രീലിനെ. അത് നുരുമ്പിയ വിരി പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റബ്ബിനെ പേടിച്ച് നിൽക്കുന്ന മലക്കായിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്? ജിബ്രീലിനെ കണ്ടത് എന്നാണ്. റബ്ബിന് എത്രക്കും അവരുടെ സൃഷ്ടിപ്പിൽ എത്ര വലിയ വലുപ്പുണ്ടായിട്ടും അള്ളാഹുവിനെ അവർ ഭയപ്പെട്ടുകൊണ്ടേയിരിക്കാൻ, റബ്ബിലേക്ക് അവർ പ്രകീർത്തനങ്ങളുമായി മുറിയാതെ നിലനിൽക്കണമെന്ന്. ആ മലക്കുകളാണ് മുഅ്മിനീങ്ങൾക്ക് ഔലിയാക്കൾ. ആ മലക്കുകളാണ് മുഅ്മിനീങ്ങൾക്ക് ദുആ ചെയ്യുന്നവർ. ആ മലക്കുകളാണ് മുഅ്മിനീങ്ങൾക്ക് ഇസ്തിഗ്ഫാറിനെ തേടിക്കൊണ്ടിരിക്കുന്നവർ. മരണസമയത്ത് മുഅ്മിന്റെ അടുത്ത് വന്ന് മലക്കുകൾ പറയും, നഹ്നു ഔലിയാഉക്കും, ഞങ്ങൾ നിങ്ങളുടെ ഔലിയാക്കളാണ്. ഫി ദുനിയ വൽ ആഖിറ, ആഖിറത്തിലും ദുനിയാവിൽ. അഥവാ ദുനിയാവിൽ നിങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടവരാ. ആഖിറത്തിന്റെ കാര്യത്തിൽ ഭയപ്പെടേണ്ട. ആഖിറത്തിലും നിങ്ങൾക്ക് സഹായികളായി, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ അരികിൽ ദുആകളുമായി ഞങ്ങൾ നിലനിൽക്കുമെന്നാണ് മലക്കുകൾ പറഞ്ഞതിന്റെ പൊരുൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ ഒരു സംഭവങ്ങളെ കൃത്യമായി വിശദീകരിക്കുന്ന കാണാം. വാനലോകത്തുള്ള എല്ലാ മലക്കുകളെ എണ്ണത്രേ ഒരു ഹദീസിൽ കാണാം. ആകാശത്തിന്റെ തട്ടുകൾ പറയുന്നുണ്ട്. ആകാശത്തിലെ ഓരോ 4 വിരലുകൾ ഇങ്ങനെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ആ 4 വിരലുകൾ കഴിഞ്ഞു കഴിഞ്ഞാലും ഓരോ മലക്ക് സുജൂദ് ചെയ്യുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. ഇമാം അബൂദാവൂദ് ഇമാം തുർമുദി റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, അത്തതിസ്സമാ, ആകാശം ഒരു ശബ്ദം ഉണ്ടായി. നമ്മൾ അത്തീത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ കൂർക്കം വലിക്കക്കാർ അറബിയിൽ പറയാറുണ്ട്. അത്തീത്ത് എന്നറിയില്ലേ, നമ്മൾ കൂർക്കം വലിക്കുമല്ലോ ചില ആൾ ഉറങ്ങിക്കഴിഞ്ഞാൽ. ആയിഷ ബീവിക്ക് റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞത്, റസൂലുള്ളാഹി ഗാഢമായി ഉറങ്ങിയപ്പോ അങ്ങേയറ്റത്തെ നബിയുടെ ഉറക്കം ആയിഷ ബീവി വിശദീകരിച്ച് ഞാൻ നബിയുടെ കൂർക്കം വലി വരെ കേട്ടു. അങ്ങനെ നബി ഉറങ്ങിപ്പോയ ഒരു ഉറക്കം നബിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഒരു സന്ദർഭമായി വിശദീകരിച്ചത്. ഇവിടെ അത്തതിസ്സമ എന്ന് പറഞ്ഞാൽ ആകാശങ്ങൾ ഒരു ഇരമ്പലിന്റെ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കുന്നു. ആകാശം മാത്രമല്ല അതിനങ്ങനെ ശബ്ദം ഉണ്ടാക്കാൻ അതിന് അവകാശമുണ്ട്. കാരണം എന്താ? അതിന്റെ ഓരോ മുക്കിലും മൂലയിലും ആരാൻ? മലക്കുകളാണെന്ന് റസൂൽ പറയുന്നു. 4 വിരലുകൾ വെക്കാൻ പാകത്തിലുള്ള ഓരോ ഇടങ്ങളിലും ഇല്ലാവ മലക്കുൻ, ഒരു മലക്കില്ലാതെ ഇരിക്കില്ല. മലക്കിന്റെ രൂപം പറഞ്ഞു, അതിന്റെ നെറ്റിത്തടം അള്ളാഹുലേക്ക് സുജൂദ് ചെയ്ത ആ വാനലോകത്ത് ഇങ്ങനെ അമർത്തിയിട്ട് നിൽക്കുന്ന ഓരോ മലക്കുകളെ നിങ്ങൾക്ക് കാണാം. അത്രക്കും വിശാലമായിട്ടാണ് മലക്കിന്റെ ലോകത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത് എന്നാണ്. ആ മലക്കുകൾ മുഴുവൻ മുഅ്മിനീങ്ങൾക്ക് ആശ്വാസവും സമാധാനവുമായി കടന്നു വരും. നമ്മളോട് ഏറ്റവും കൂടുതൽ ആർദ്രതയും നമ്മളോട് ഏറ്റവും കൂടുതൽ സ്നേഹവും വെച്ച് പുലർത്തുന്നവരായിരിക്കും മുഅ്മിനീങ്ങളോട് മലക്കുകൾ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ആ മലക്കുകൾ അള്ളാഹുവിനെ ആരാധിക്കുന്നവരാണ്, നിരന്തരമായി റബ്ബിന് വേണ്ടി ഇബാദത്തുകളിൽ ഏർപ്പെടുന്നവർ. വലില്ലാഹി യസ്ജുദു ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മിൻ ദാബത്തിൻ വൽ മലായികതു വഹും ലാ യസ്തക്ബിറൂൻ. ഈ ലോകത്ത് ആകാശങ്ങളിലാകട്ടെ ഭൂമിയിലാകട്ടെ ഏതൊരു ജീവജാലങ്ങളും അള്ളാഹുലേക്ക് സുജൂദ് ചെയ്യുന്നവരാണ്, അള്ളാഹുലേക്ക് സാഷ്ടാംഗം അർപ്പിക്കുന്നവരാണ്. വൽ മലായിക, മലക്കുകൾ. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഓരോ തെറ്റിത്തടം വെച്ച് സുജൂദ് ചെയ്യുന്നവരാണ് മലക്കുകൾ. മലക്കുകൾക്ക് ജബഹത്ത് ഉണ്ട് എന്നാണ്. ഏത് രൂപത്തിലാ നമുക്കറിയില്ല. അവരവരുടേതായ ജബഹത്തിനെ ആ പ്രതലങ്ങളിൽ അമർത്തിയിട്ട്, വാനലോകത്തെ പ്രതലങ്ങളിൽ അമർത്തിയിട്ട് റബ്ബിലേക്ക് സുജൂദ് ചെയ്യുന്നവരാണ്. വഹും ലാ യസ്തക്ബിറൂൻ, അവരെന്ത് ചെയ്യില്ല, ഒരു തരി അഹങ്കരിക്കുന്നവരുമല്ല, അഹങ്കാരമില്ലാത്തവരുമാണ്. യഖാഫൂന റബ്ബഹും മിൻ ഫൗഖിഹിം, ആ മുകളിൽ അവരുടെ മുകളിലുള്ള റബ്ബിനെ അവർ ഭയപ്പെടുന്നു. വയഫ്അലൂന മാ യുമറൂൻ, അവരോട് കൽപ്പിക്കപ്പെട്ടത് അവർ പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നാണ്. അങ്ങനെയുള്ള ഇങ്ങനൊക്കെ ജീവിതത്തിൽ നിന്ന് ആരാധനകൾ മുറിയാത്ത,
ജീവിതത്തിൽ നിന്ന് തസ്ബീഹുകൾ മുറിക്കാത്ത, ജീവിതത്തിൽ നിന്ന് റബ്ബിനെ കുറിച്ചുള്ള ചിന്തകളിൽ നിന്ന് അകലാത്ത ഏറ്റവും നല്ല സൃഷ്ടിജാലങ്ങൾ മുഅ്മിനിന് ഔലിയയാൻ, മുഅ്മിനിന് വലിയാൻ, മുഅ്മിനിനെ സഹായിയാൻ, മുഅ്മിനിനെ സ്നേഹിക്കുന്നവനാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ഇദാ അഹബ്ബല്ലാഹ്, അല്ലാഹു എങ്ങാനും ഒരു അടിമയെ സ്നേഹിച്ചാൽ, ഇദാ അഹബ്ബല്ലാഹു അൽ അബ്ദ, ഒരു അടിമ എന്ന് പറഞ്ഞാൽ ആരാണ്? മുഅ്മിനാണ്. ഒരു മുഅ്മിനിനെ അല്ലാഹ് സ്നേഹിച്ചു കഴിഞ്ഞാൽ നാദാ ജിബ്രീൽ, അല്ലാഹ് ആരെ വിളിക്കും? ജിബ്രീലിനെ വിളിക്കും. മലക്കുകളുടെ സ്നേഹവും ഇഷ്ടം, മലക്കുകളുടെ സഹായം, ദുനിയാവിലുള്ള സഹായവും ദുനിയാവിലുള്ള സ്നേഹവും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിലൊന്നാണ് നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ ഹദീസ്. ഒരു അടിമയെ അള്ളാഹു സ്നേഹിച്ചു കഴിഞ്ഞാൽ അള്ളാഹ് ആരെ വിളിക്കും? ജിബ്രീലിനെ വിളിക്കും. നാദാ ജിബ്രീൽ, ജിബ്രീലിനെ വിളിച്ചിട്ട് റബ്ബ് പറയും, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബുഹു, തീർച്ചയായും അള്ളാഹു ഇന്നയാളെ സ്നേഹിക്കുന്നു, ജിബ്രീലെ താങ്കൾ അയാളെ സ്നേഹിക്കണം. അങ്ങനെ ഫയുഹിബ്ബുഹു ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വാനലോകത്ത് നമ്മൾ ഈ പറഞ്ഞ ഈ വലിയ ഖിൽഖത്തും ഈ രൂപവും ഈ എല്ലാ അമ്പിയാക്കളിലേക്കും വഹയുമായി വന്ന അള്ളാഹുവിന്റെ മലക്കുകളിൽ ഏറ്റവും റബ്ബിലേക്ക് അഖറബായ, റബ്ബിലേക്ക് ഏറ്റവും സ്ഥാനമുള്ള, മഹത്വമുള്ള അല്ലെ ആ ഒരു മലക്ക് എന്ത് ചെയ്യും? ആ മനുഷ്യനെ സ്നേഹിക്കുന്നു. ഇവിടെ അബ്ദ് എന്നുള്ള വാക്കിന് വേറെ ആരും പറഞ്ഞില്ല. ഈമാനോടുകൂടി ജീവിക്കുന്ന, നിസ്കരിക്കുന്ന, നോമ്പൊൽക്കുന്ന, സത്യസന്ധത ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുന്ന, വാക്കുകളെയും പ്രവർത്തികളെയും റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് അതിനെ പ്രാവർത്തികമാക്കുന്ന ഒരു അബ്ദിനെ സംബന്ധിച്ചാ പറഞ്ഞത്. ആ അബ്ദിനെ ആര് സ്നേഹിക്കും? ഈ പറയപ്പെട്ട അള്ളാഹുവിന്റെ അരികിൽ ഏറെ സ്നേഹമുള്ള മലക്കും സ്നേഹിക്കും, അല്ലെ? ജിബ്രീലും സ്നേഹിക്കും. ഫയുനാദി ജിബ്രീലു ഫി അഹ്ലിസ് സമാ, ജിബ്രീൽ സ്നേഹിച്ചാൽ ജിബ്രീൽ ആ സ്നേഹത്തെ ജിബ്രീൽ എന്ത് ചെയ്യും? പ്രകടിപ്പിക്കുമെന്നാണ് റസൂലുള്ളാഹി പറയുന്നത്. പിന്നെ ജിബ്രീൽ വിളിച്ചു പറയും, ജിബ്രീൽ വിളിച്ചു പറയും എവിടെ? ഫി അഹ്ലിസ് സമാ, ആകാശത്തുള്ള മലക്കുകൾക്കിടയിൽ, വാനലോകത്തുള്ള ആളുകൾ കേൾക്കെ ജിബ്രീൽ വിളിച്ചു പറയും, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാന, തീർച്ചയായും അല്ലാഹു ഇന്ന ഒരാളെ സ്നേഹിക്കുന്നു. ഫഅഹിബ്ബുഹു, വാനലോകത്തുള്ളവരെ നിങ്ങൾ ആ മനുഷ്യനെ സ്നേഹിക്കണേ. അല്ലാഹ് സ്നേഹിച്ച മനുഷ്യനെ നിങ്ങൾ സ്നേഹിക്കണേ എന്നാണ്. ആ സ്നേഹം നമുക്ക് കിട്ടട്ടെ. എങ്ങനെയാ സ്നേഹം എന്നുള്ളതൊക്കെ നമുക്കിപ്പോ ദുനിയാവ് കാണാനും കേൾക്കാനും കഴിയണില്ല. പക്ഷെ അതിനെ അനുഭവിച്ചറിയാം. ബർസഖ് ഇങ്ങനെ തുടങ്ങുന്നത് മുതൽ ഇവർ ഈ വാക്കുകളുമായി വരുന്ന നിമിഷം മുതൽ അവരുടെ ദുആകളും അവരുടെ പ്രകീർത്തനങ്ങളും അവരുടെ മഗ്ഫിറത്തുകളും ഒക്കെ ഈ മുഅ്മിനിന് ഗുണമാകുന്നത് ആ നിമിഷങ്ങളിൽ ഒരു മുഅ്മിൻ അനുഭവിച്ചു തുടങ്ങുമെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. ജിബ്രീൽ പറയും, വാനലോകത്തുള്ളവരെ ഫഅഹിബ്ബുഹു, നിങ്ങൾ ആ മനുഷ്യനെ സ്നേഹിക്കണേ. ഫയുഹിബ്ബുഹു അഹ്ലുസ് സമാ ആകാശത്തുള്ളവർ മുഴുവൻ ആ മനുഷ്യനെ സ്നേഹിക്കും. പിന്നെ ഭൂമിയിലും ആ സ്നേഹം സ്വീകരിക്കപ്പെടുമെന്നാണ്. ഭൂമിയിലുള്ള മലക്കുകൾ എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഭൂമിയിലുള്ള മുഅ്മിനീങ്ങളെന്നും ചില പണ്ഡിതന്മാർ പറഞ്ഞു. അഥവാ റബ്ബ് ഇഷ്ടപ്പെട്ടതിന്റെ പേരിൽ റബ്ബ് സൃഷ്ടിച്ച ഏറ്റവും നല്ല പടപ്പുകൾ മുഴുവൻ ആ മനുഷ്യനെ സ്നേഹിക്കുമെന്നാണ്. അതൊക്കെ അവർക്ക് ഔലിയാക്കളാണ്, അതൊക്കെ അവർക്ക് വലിയകളാണ് എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ദുനിയാവില് അവര് നമ്മളെ സ്നേഹിക്കുന്ന സ്നേഹം നമുക്ക് മനസ്സിലാക്കി തന്നത് റസൂലാണ്. റസൂലുള്ളാഹിന്റെ വാക്കുകളെ നമ്മൾ സത്യസന്ധമെന്ന് ഉറപ്പിച്ചവരല്ലേ. റസൂലുള്ളാഹി പറയുന്നു, ഒരു സമൂഹം ഇങ്ങനെ ഒരുമിച്ചിരുന്നാൽ, ദീന് കേൾക്കാൻ വേണ്ടി നമ്മളിപ്പോ ഒരുമിച്ച് കൂടിയവരാ. ലാ യഖഉദു ഖൗമുൻ യദ്കുറൂന അല്ലാഹ് അസ്സ വജൽ, പ്രതാപിയും മാന്യനുമായ അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി ഒരു സമൂഹം ഒരുമിച്ചിരുന്നാൽ, കുറച്ച് ആളുകൾ കൂടിയിരുന്നാൽ, ഇല്ലാ ഹഫ്ഫത്തുഹുമുൽ മലായിക, മലക്കുകൾ അവരെ പൊതിയാതിരിക്കല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മലക്കുകൾ പൊതിയുന്നുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞ പിന്നെ അതിനപ്പുറത്തേക്ക് നമുക്ക് ഉണ്ടല്ല. മലക്കുകൾ അവരെ സ്നേഹിക്കുന്നു, അവരെ പൊതിയുന്നു. വേറെ രീതിയിൽ കാണാൻ പള്ളികളിലാണെങ്കിൽ അവരവരുടെ ചിറകുകൾ വിരിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥന നിരതരായി മലക്കുകൾ ആ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി തേടിക്കൊണ്ടിരിക്കുമെന്നാണ്. മലക്കുകളുടെ സാന്നിധ്യത്തിൽ അവരിങ്ങനെ കഴിഞ്ഞു കൂടുന്നു എന്ന് പറയുമ്പോൾ അതന്നെ ഏറ്റവും വലിയ സുരക്ഷിതത്വം, അത് തന്നെയാണ് ഏറ്റവും വലിയ സ്നേഹം. അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഇബാദുകൾ അവരാണെന്ന വിശ്വാസം, മലക്കുകളിലുള്ള വിശ്വാസം ഈമാനിന്റെ ഭാഗമാകുന്നതും അവിടെയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നലില്ലാഹി മലായിക, മലക്കുകൾക്ക്, അള്ളാഹുവിന് ചില മലക്കുകളുണ്ട്. യതൂഫൂന ഫി തുർഖി യൽതമിസൂന അഹ്ല ദിക്ർ, ഭൂമിയിലെ വഴികളിലൂടെ അവരിങ്ങനെ ചുറ്റി നടക്കുന്നു, കറങ്ങി നടക്കുന്നു. എന്തിനു വേണ്ടി? ചില മജ്ലിസ് ദിക്ർ, അള്ളാഹിനെ സംബന്ധിച്ച് പറയപ്പെടുന്ന സദസ്സുണ്ടോ നോക്കിയിട്ട് നടക്കുന്നു എന്നാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുന്ന, അള്ളാഹുവിനെ സംബന്ധിച്ച് സംസാരിക്കുന്ന സദസ്സുകളെ എങ്ങാനും അവരെ കണ്ടാൽ തനാദൗവ, മലക്കുകൾ പരസ്പരം വിളിച്ചു പറയും. എന്താ പറയാ? ഹലുമ്മു ഇലാ ഹാജതികും,
നിങ്ങൾ എന്താവശ്യത്തിനാണോ വന്നത്, ദാ അതുപോലെ ഉണ്ട്, വരൂ, കടന്നു വരൂ എന്ന് മലക്കുകൾ തമ്മിൽ പരസ്പരം പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്നാണ് റസൂലുള്ളാഹി പറഞ്ഞു. ഫയഹുഫൂനഹും, ആ മലക്കുകൾ അവരെ വന്ന് പൊതിയും, ബിഅജ്നിഹതിഹിം, അവരുടെ തിളക്കമാർന്ന പവിഴവും മുത്തുവും തിളങ്ങുന്ന ചിറകുകൾ വിരിച്ച് അള്ളാഹുവിന്റെ മലക്കുകൾ അവരെ ചുറ്റിപ്പൊതിയുമെന്നാണ്. ഇലസ്സമാഇ ദുനിയ, ദുനിയാവിന്റെ ആകാശം മൂടെ. ദുനിയാവിന്റെ ആകാശത്തിന്റെ അറ്റം തന്നെ ഇന്നത്തെ ശാസ്ത്രജ്ഞന്മാർക്ക് കണ്ടുപിടിക്കാനായിട്ടില്ല. പക്ഷെ അതിനെ മുഴുവൻ മൂടുന്ന മാത്രയിൽ ചിറകുകൾ വിരിച്ച് അവർക്ക് വേണ്ടി ആദരവും അവർക്ക് വേണ്ടി ആശംസകളും അവർക്ക് വേണ്ടി ദുആകളും അർപ്പിക്കുന്നവരാണ് മലക്കുകൾ എന്ന്. അതാണ് ദുനിയാവിലെ ഈ ഔലിയാക്കളുടെ സ്നേഹം, ദുനിയാവിലെ ഈ ഔലിയാക്കളുടെ സഹകരണം, ദുനിയാവിലെ ഈ ഔലിയാക്കളുടെ സഹായം. റസൂൽ ഒരിക്കൽ പറഞ്ഞു, പള്ളിയുടെ വാതിലിൽ നമ്മളിങ്ങനെ പോണ പള്ളിന്റെ വാതിൽക്കല് മലക്കുകൾ ഉണ്ട് എന്നാണ്. നമ്മളെ പ്രതീക്ഷിച്ച് നമ്മളെ കാത്തു നിൽക്കണം. ആദ്യം വരുന്ന ആൾക്കാരെ പേര് എഴുതാൻ. ജുമാ ദിവസത്തെ സംബന്ധിച്ച് റസൂൽ പറഞ്ഞതല്ലേ, ഇദാ കാന യൗമുൽ ജുമുഅ വഖഫത്തിൽ മലായികതു അലാ ബാബിൽ മസ്ജിദ്, ഒരു പള്ളിയുടെ വാതിലിൽ കവാടങ്ങളിൽ മലക്കുകൾ റെഡിയായിട്ടിരിക്കുന്നു. മലക്കുകൾ ഇങ്ങനെ നിൽക്കുന്നു. ജുമാ ദിവസം യക്തുബൂനൽ അവ്വല ഫൽ അവ്വൽ, ആദ്യം വരുന്നവനെ പിന്നെ വരുന്നവനെ അങ്ങനെ രേഖപ്പെടുത്തി വെക്കാൻ വേണ്ടി. ഫഇദാ ഖറജൽ ഇമാമു, ഇമാമങ്ങാനും പിന്നെ ഉമറിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞാൽ തവൗ സുഹഫഹും, അവരവരുടെ ഏടുകളെ മടക്കി വെക്കും, ചുരുട്ടി വെക്കും. വയസ്തമിഊന ദിക്ർ, ആ പറയുന്ന ഉത്ബോധനത്തെ അവർ കാതോർത്ത് ശ്രദ്ധിച്ച് കേൾക്കുകയും ചെയ്യുമെന്ന്. ഈ പറഞ്ഞ എന്തിനാ? മലക്കുകള് നമ്മുടെ കാര്യത്തിൽ അത്രക്കും താല്പര്യം കാണിച്ചുകൊണ്ടുണ്ട്. പള്ളികളിലുണ്ട്, സദസ്സുകളിലുണ്ട്. നമ്മുടെ കാര്യത്തിൽ, മുഅ്മിനീങ്ങളുടെ കാര്യത്തിൽ നമ്മളെ മാതാപിതാക്കൾക്ക് പോലും ചിലപ്പോൾ ഇത്ര ചിന്ത ഉണ്ടാവില്ല അല്ലെ. ഉമ്മയും ഉപ്പയും നമ്മളെ സ്നേഹിക്കണില്ല എന്നല്ല, അവര് നമുക്ക് വേണ്ടി ധാരാളം സ്നേഹിക്കുന്നവരാണ്. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്നലെ സർഗ സമാജത്തിലെ മാതാവിന്റെയും പിതാവിന്റെയും സ്നേഹത്തിന്റെ ആഴവും പരപ്പും വിശദീകരിച്ചവരാ. അത്രമാത്രം ദുനിയാവിൽ നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾ വേറില്ല, പടപ്പുകളില്ല. അതിലും അപ്പുറമാണ് നഹ്നു ഔലിയാഉക്കും, ഞങ്ങൾ നിങ്ങളുടെ സ്നേഹം ഇത്രങ്ങളാണെന്ന് മലക്കുകൾ പറയുമ്പോൾ മുഅ്മിനീങ്ങൾക്ക് അതിന്റെ ആഴം മനസ്സിലാകുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, മലക്കുകൾ നമ്മൾ ചെയ്യുന്ന തൗബയും നമ്മൾ ചെയ്യുന്ന ഇസ്തിഗ്ഫാറും റബ്ബ് സ്വീകരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണത്രേ മലക്കുകൾ എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ വാക്കതാണ്, അല്ലദീന യഹ്മിലൂനൽ അർശ വമൻ ഹൗലഹു, അള്ളാഹുവിന്റെ അർശിനെ വഹിക്കുന്ന, ആ അർശിന് ചുറ്റുമുള്ളതിനെ വഹിക്കുന്ന ആ മലക്കുകളെ സംബന്ധിച്ച് യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം, അവർ അവരുടെ രക്ഷിതാവിനെ സദാ തസ്ബീഹ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, റബ്ബിനെ സ്തുതിച്ചുകൊണ്ട്. വയുമിനൂന ബിഹി, അവർ അല്ലാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനു, അവരെയാണ് നമ്മളെ മനസ്സിനെ വല്ലാതെ സ്വാധീനിക്കേണ്ടത്. വയസ്തഗ്ഫിറൂന, ആ അർശിന്റെ മലക്കുകളെ നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ലില്ലദീന ആമനു, മുഅ്മിനീങ്ങളായ ആളുകൾക്ക് വേണ്ടി. എന്താ അവർ പറയുന്നത്? റബ്ബനാ വസിഅത കുല്ല ശൈഇൻ റഹ്മതൻ വഇൽമാ, ഞങ്ങളുടെ റബ്ബേ എല്ലാ നിലക്കും അറിവും കാരുണ്യവും വിശാലമായി നിർത്തിയവനല്ലേ, അത് മുഴുവൻ വിശാലമായവനല്ലേ നീ. ഫഗ്ഫിർ ലില്ലദീന താബു, ഫഗ്ഫിർ, റബ്ബേ പുറത്തൊടുക്കണേ, മഗ്ഫിറത്ത് നൽകണേ. ആർക്ക്? ലില്ലദീന താബു, തൗബ ചെയ്ത ആളുകൾ. ജീവിതത്തിൽ ഒരുപാട് തിന്മകൾ വന്ന് റബ്ബിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിയ അടിയാറുകൾ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിലുണ്ട്. റബ്ബേ അവരുടെ തൗബയെ സ്വീകരിക്കണേ, അവർക്ക് പുറത്തു കൊടുക്കണേ. വത്തബഉ സബീലക, അവർ നിന്റെ മാർഗങ്ങളെ പിൻപറ്റിയവരാണ്. വഖിഹിം അദാബൽ ജഹീം, ഏറ്റവും വേദനാജനകമായ നരക ശിക്ഷയിൽ നിന്ന് റബ്ബേ നീ അവർക്ക് രക്ഷ നൽകണേ, നീ അവർക്ക് കാവൽ നൽകണേ എന്ന് മലക്കുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനാൽ അങ്ങനത്തെ മലക്കുകൾ നമുക്ക് വേണ്ടി ദുആ നിർഭരരായി അള്ളാഹുവിലേക്ക് ധാരാളം വിനീതരായി കഴിയുന്ന ആ മലക്കുകളാണ് ദുനിയാവിൽ നമുക്ക് സഹായികൾ. നഹ്നു ഔലിയാഉക്കും ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ, ആഖിറത്തിന്റെ നമ്മൾ കണ്ടു തുടങ്ങുന്നവർ എവിടെ മുതൽ? ബർസഖിലേക്ക് അവൻ പ്രവേശിക്കുന്ന നിമിഷം മുതൽ അവ കണ്ടു തുടങ്ങുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇത് മലക്കുകളും അതുപോലെ തന്നെ ഈ മുഅ്മിനീങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളെ വിശദീകരിക്കുന്ന ഒരുപാട് ഹദീസുകൾ, ആയത്തുകൾ നമുക്ക് വായിക്കാനും ഓതാനും കഴിയും. അതൊക്കെ ഇൻഷാ അല്ലാഹ് വരും ക്ലാസ്സുകളിലോ മറ്റു സന്ദർഭങ്ങളിലോ ഒക്കെ ആയി നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഏറ്റവും നല്ല മുഅ്മിനീങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മനസ്സിലെ ഈമാനിനെ പുതുക്കാനും ശക്തിപ്പെടുത്താനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇതുപോലത്തെ അറിവുകളാണ് അല്ലെ ഖുർആനിലെയും ഹദീസുകളിലെയും അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും സംസാരങ്ങളാണ് ഇതുപോലത്തെ നമ്മുടെ ഈമാനിനെ ശക്തിപ്പെടുത്തുന്നതും ഈമാനിന്റെ കുറവുകളെ മുഴുവൻ നികത്തുന്നതും പരിഹരിക്കുന്നതും. അറിവാണ് ഒരു മുഅ്മിനിന്റെ ഏറ്റവും വലിയ സുരക്ഷിതത്വം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്ര ഫലപ്രദമായ വിജ്ഞാനം
നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ വരുന്ന എല്ലാ തിന്മകളും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. മലക്കുകളുടെ ഏറ്റവും നല്ല സന്തോഷ വർത്തമാനം കേൾക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ വലകും റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾ നിങ്ങൾക്കുള്ള സ്നേഹ ബന്ധുക്കളാണ്, മിത്രങ്ങളാണ്, നിങ്ങളുടെ ഏറ്റവും നല്ല കൂട്ടാളികളാണ് എന്ന് മലക്കുകൾ പറയുന്നുവെങ്കിൽ അല്ലാഹുവേ, ആ വാക്കുകൾ കേൾക്കുന്ന സൗഭാഗ്യവാന്മാരിൽ റബ്ബേ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ. നീ ഒരുക്കി വെക്കുന്ന സ്വർഗം, ആ സ്വർഗ പ്രവേശം സാധ്യമാകുന്നവരിൽ റബ്ബേ നീ ഞങ്ങൾ ഉൾപ്പെടുത്തണേ. മലക്കുകളെ സംബന്ധിച്ച് പഠിക്കാനും കേൾക്കാനും, ആ മലക്കുകളെ സംബന്ധിച്ച് ധാരാളം അള്ളാഹുവിലുള്ള ഈമാനിനെ പുതുക്കാനും റബ്ബേ നീ ഞങ്ങൾക്ക് അവസരങ്ങൾ നൽകണേ, അറിവ് നൽകണേ, ക്ഷമ നൽകണേ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന തിന്മകളെ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ. സ്വലിഹായ അമലായി ഞങ്ങളുടെ ഈ ഒരു ഇരുത്തത്തെ റബ്ബേ നീ സ്വീകരിക്കണേ. ഇതുപോലുള്ള സദസ്സുകൾ ഇനിയും സജീവമാകാൻ റബ്ബേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ജസാകുമുല്ലാഹു ഖൈറാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.